മാധവമ്മേ ദേ വാസു വന്നു. ഇതാര് ആര് മോനെ ഈ കൊച്ച്? ഇത് എന്തൊരു ബാഗില് പാതിര നേരത്തെ ആര് മോനെ ഈ കൊച്ച്? അതൊക്കെ പിന്നെ പറയാം. ആരാ വാസുവേട്ടാ ഇത്? റോസും വിസ്താരൊക്കെ പിന്നെ. നീ ചെന്നേ കുട്ടിക്ക് ഇത്തിരി കുടിക്കാൻ നല്ല വെള്ളം എടുത്ത് കൊടുത്തേ. കാരാമിത് അതൊരു പെണ്ണ് കണ്ടറിഞ്ഞൂടെ? കുട്ടി പേടിക്കണ്ട, ഇവിടെ ആരും വരില്ല. പിന്നെ ഇത് മാധവമ്മ എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം അമ്മ. അകത്തേക്ക് പോയ മുതൽ സുധ, പിന്നെ ഈ പാൽറ്റുവ് ഗായത്രി. ഈ കൊച്ചിതാരാന്ന് നീ എന്ന് പറയേ. നമ്മുടെ ജോസഫ് അച്ചായന്റെ ഓഫീസിൽ ജോലിക്ക് വന്ന കുട്ടി. കണ്ണീരിന്ന്. നല്ല കുടുംബം. കൃത്യമായിട്ട് എസ് ഐ ഫ്രോഡും അതുന്റെ കൈ തന്നെ ചെന്നുപെട്ടു. പിന്നെ എങ്ങനെയാ ടൈറ്റാനിക്കിന്റെ ഒരു ചെരുപ്പും കപ്പലണ്ടി പൊതിഞ്ഞ പോലത്തെ ജീൻസും ഷർട്ട് ഇട്ടല്ലേ നടക്കണേ? അപ്പൊ ഏത് പോലീസുകാരൻ തോന്നുന്നു മാന്തി നോക്കാൻ? എന്റെ ആറ്റുകാലമ്മേ, എന്നിട്ട് എന്തിനായിടാ? എന്നിട്ട് എന്തിനാവൻ എന്റെ മാധവകുട്ടിയെ? മധുസാറിന്റെ ലീലാവിലാസങ്ങൾ പോലീസ് സ്റ്റേഷനിൽ മതി, മാർക്കറ്റ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ, കേട്ടില്ല? അപ്പൊ മധുസാർ പറയുവാ വാസുവിന്റെ കയ്യിൽ നിന്ന് 2 കിട്ടിയാലേ ഞാൻ മടങ്ങൂന്ന്. അപ്പൊ ആള് ചോദിച്ചു, ഞാൻ കൊടുത്തു, ഞാൻ ഈ കുട്ടിയെ കൊണ്ട് പോകുന്നു. എന്തേ ഞാൻ ചെയ്തതിൽ വല്ല തെറ്റുണ്ടാ? അങ്ങനെ തന്നെ വേണം. ചുരുക്കത്തില് എസ് ഐ സാറിന് 3 ദിവസത്തെ ബെഡ് റെസ്റ്റ് വേണമെന്ന് അർത്ഥം. അങ്ങനെയും മാർക്കറ്റിൽ ചിലരൊക്കെ പറയുന്നുണ്ട്. കണ്ണൂരിന്ന് ഇവിടം വരെ ഒറ്റയ്ക്കാണ് വന്നത്. അച്ഛനോ ആങ്ങളമാരും ഒന്നും ഇല്ലേ? അവരെ കൂടെ കൂട്ടിന് വിളിക്കാത്ത എന്ത്? വീട്ടിലെ അമ്മ അനിയത്തി മാത്രമേ ഉള്ളൂ, അതാ. അയ്യോ, തന്നെ തന്നെ എന്ന് പറഞ്ഞല്ലേ? പിന്നെ എന്നിട്ടാ ചോദിക്കണേ? ഞാൻ ഇറങ്ങാം. പോണാ, നിനക്ക് എന്തിനും പണിയുണ്ടാ? ബാംഗ്ലൂരിന് ഒരു ലോഡ് ആപ്പിൾ വരാണ്ട്. ഞാൻ അവിടെ പിന്നെ അത് മതി ഹാജിയാർക്ക് മുഖം വീർപ്പിക്കാൻ. പിന്നെ കാലത്ത് റെഡി ആയിട്ട് നിന്നാ മതി. ഞാൻ വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് കൂട്ടി കൊണ്ടുപോക്കണം. ഞാൻ നോക്കട്ടെ. ശരിയാണ്. ഓക്കെ, ദാറ്റ് ഐ വിൽ മാനേജ്. പപ്പ നാളെ മോർണിംഗ് ഫ്ലൈറ്റിന് അങ്ങ് എത്തും. കോൺഫറൻസ് നിങ്ങൾ അറേഞ്ച് ചെയ്തോളൂ. അലക്സ് ചാൻ അവിടെ എത്തിക്കോളൂ. ഓക്കെ ഓക്കെ, പാപ്പയോട് ഞാൻ പറഞ്ഞോളാം. എന്താ നിന്റെ പ്രശ്നം? എന്റെ നോട്ട്ബുക്ക് എവിടെ? അതല്ലേ മണ്ടൂസ് ചെയ്തായിരിക്കുന്നത്. വെറുതെ മനുഷ്യനെ ടെൻഷൻ അടുപ്പിക്കാനായിട്ട്. ചേച്ചി എന്തിനാ ഇവിടെ ഒളിപ്പിച്ചു വെച്ചേ? പിന്നെ നിന്റെ പ്രോബ്ലം ചെയ്തു തരാൻ വേണം, വഴക്ക് കേൾക്കാൻ വേണം. ഒന്ന് പോ ചേച്ചി. നീ പോടി. ചേട്ടാ 35. ഓ, ഓട്ടോറിക്ഷയുടെ പേര് ദൈവം, ഓടിക്കുന്നത് പിശാചും. നമ്മളെയൊന്നും അറിയിച്ചില്ലല്ലോ. എന്താടി? അയ്യോടി, ഞായറാഴ്ച ആയതുകൊണ്ട് അറിയിക്കാൻ പറ്റില്ല കേട്ടാ. എന്തത്? അയ്യേ, ശവം. ഇതെന്തത്? വീട് മുഴുവൻ അതിനകത്ത് കയറ്റിയോ? വാസുവേ, നീ ഇന്നലെ ആ SI ഫ്രോഡ് മധുവിന്റെ ചങ്കിടിച്ച് കലക്കുന്നത് കേട്ടല്ലോ. ഓ, അത് ഇത്ര പെട്ടെന്ന് ന്യൂസിലും വന്നോ? ഹംസ മാർക്കറ്റിൽ നിന്ന് വിളിച്ചിരുന്നു. ഫ്രോഡ് മധുവിന്റെ വാരിയലിന്റെ 2 അസ്ഥി മാറ്റേണ്ടി വരുമെന്നാ ഹംസ പറഞ്ഞു. നിനക്ക് വല്ല പറ്റൂടാ? സ്നേഹം കാണിക്കാൻ വരുന്ന പ്രതീക്ഷിച്ചേ. അപ്പൊ ഇയാളാണല്ലേ ഇന്നലത്തെ തല്ലിനുള്ള വകുപ്പുണ്ടാക്കി തന്നത്? അതെ അതെ, ഇതാണ് ഞങ്ങളുടെയൊക്കെ കാർന്നൂര്. മേടയിൽ ഇട്ടിച്ചെന്ന ജോസഫ് സാറിന്റെ അപ്പച്ചൻ. ഞാൻ ഏതായാലും ഇയാളെ നമ്മുടെ ആനിമേടത്തൊന്ന് പരിചയപ്പെടുത്തിട്ട് വരാം. നാളെ ബിസിനസ് ടൂറിന് പോവാ. ഫ്രീയാ. മനസ്സിലായി. വെള്ളത്തിൽ കാലിടാനല്ലേ? ആ കാര്യം ഞാൻ ഏറ്റു. ഞാൻ ഇയാളൊന്ന് പരിചയപ്പെടുത്തിട്ട് വരാം. തൽക്കാലം തിരിക്കട്ടെ. ഒരു കാര്യം. അതെയോ? എന്നിട്ട് ഇന്നലെ ആശാനെ കണ്ടപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ. ആഹാരം കഴിക്കുമ്പോഴെങ്കിലും ആ കുന്തെടുത്ത് ചെവി നിന്ന് മാറ്റിക്കൂടെ? ഓ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ എന്നാ ശരി. ഞാൻ ഇതിനും കൊണ്ട് വന്നതാ. എന്തായിരുന്നു മാർക്കറ്റില്? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. മുഖത്ത് നോക്കി സംസാരിക്കടാ. യൂണിഫോമിലുള്ള പോലീസുകാരെ തല്ലുക, അതിൽ 1-2 പേര് ആശുപത്രിയിലാകുക. അല്ല, നീ ആരാന്നാടാ നിന്റെ വിചാരം? അത് പിന്നെ ഈ കൊച്ചിനെ ഓടിക്കുന്ന കണ്ടപ്പോ. എല്ലാറ്റിനും ഉണ്ടല്ലോ നിനക്കൊരു ന്യായീകരണം. അല്ല, അതെ, ഞാൻ ഇനി വിടുന്ന ശരിയാവില്ല. നീ കഴിക്കേ, ഞാൻ അവിടെ നിന്ന് കഴിച്ചോളാം. പിന്നെ അത് അനിമൽ മേഡത്തിന്റെ, അയ്യോ, ആനി മേഡത്തിന്റെ ഓഫീസിലേക്ക് പുതിയതായി വന്ന അപ്പോയിന്റ്മെന്റ്. അതൊക്കെ ഞങ്ങൾ വിളിക്കുന്നുണ്ട്. സാറ് പോയി ബാലൻസ് കൂടെ കൈപ്പറ്റിയ. നീ കഴിക്കി, എനിക്ക് എന്തായാലും അവിടെ നിന്ന് കിട്ടുമ്പോ എന്റെ വയറ് അറിഞ്ഞോളൂ.
എന്താ ചെയ്യാ? ഇരിക്കടാ. ഞാൻ ആ 10-25 കൊല്ലം മുൻപ് കഠിനാധ്വാനിയായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു ചാല മാർക്കറ്റിൽ. 50 പൈസ കയ്യിൽ കിട്ടിയാൽ അത് ചില്ലറയാക്കി നഷ്ടപ്പെടുത്താൻ മടിച്ച് പച്ചവെള്ളം കുടിച്ച് വിശപ്പടക്കിയിരുന്ന എന്റെ ചങ്ങാതി സഖാവ് കരുണൻ. ജോസഫ് തോമസ് എന്ന ഇന്നത്തെ ഈ ബിസിനസ് മാഗ്നറ്റും എനിക്ക് ചുറ്റും ഇന്നീ കാണുന്ന കോടികളുടെ സമ്പന്നതയുമെല്ലാം അവൻ എനിക്ക് തന്ന ദാനമാണെന്ന് മറ്റാരേക്കാളും നന്നായി അറിയാവുന്നവനാണ് ഞാൻ. വാസു, മാർക്കറ്റിന്റെ ദുരിതം നിറഞ്ഞ ആ ലോകം വിട്ട് ഈ തറവാട്ടിൽ ഞങ്ങൾക്കൊപ്പം വന്ന് ജീവിക്കാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ല എന്ന് എനിക്കറിയാം. വേണ്ട എടാ, ഞാൻ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബിസിനസ്സുകളിൽ ഏതെങ്കിലും ഒന്ന് ഏറ്റെടുത്ത് നടത്തിക്കൂടെ നിനക്ക്? കരുണന്റെ മകനെ എന്റെ മകനായിട്ടല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ. അറിയാം. അച്ചായനെ ഈ കുടുംബവും ആരോരുമില്ലാത്ത എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം ഞാൻ എൻ്റെ 5ാമത്തെ വയസ്സ് മുതൽ കണ്ടു വളർന്നതാ. സഖാവ് കരുണൻ എന്നൊരു അച്ഛന് പിറന്നുകൊണ്ട് തന്തയ്ക്ക് പിറക്കാത്തവനെന്ന വിളി വാസുവിനിന്നവരെ കേൾക്കേണ്ടി വന്നിട്ടില്ല. ഏതു കൊടുങ്കാറ്റിനെയും എനിക്ക് മുന്നിൽ തടഞ്ഞു നിർത്താൻ മേടയിൽ തറവാടെന്ന ഈ തറവാടുള്ളതുകൊണ്ട് ഞാനൊരു അനാഥനാണെന്ന് ഇതുവരെ തോന്നിയിട്ടുമില്ല. ജീവിതത്തിൽ തോറ്റുപോയതിന്റെ പേരിൽ സ്വന്തം ഭാര്യയുമൊത്ത് ആത്മഹത്യയിൽ അഭയം തേടിയ എൻ്റെ അച്ഛൻ്റെ പേരിൽ കരുണ ഗ്രൂപ്പ് എന്ന കമ്പനിയും തുടങ്ങി ആ കരുണന്റെ ചിത്രവും ചില്ലിട്ട് സൂക്ഷിക്കുന്ന അച്ചായനെ പോലൊരാള് മതി വാസുവിനെ ജീവിക്കാൻ, ഈ ജന്മം മുഴുവൻ ജീവിച്ച് തീർക്കാൻ. അവനെ നിർബന്ധിക്കണ്ട. അവന്റെ ഇഷ്ടം എങ്ങനെയോ അങ്ങനെ തന്നെ അവൻ ജീവിക്കട്ടെ. മറിച്ച് തോന്നുന്ന ഒരു ദിവസം ഉണ്ടാകും. അതുവരെ അവന്റെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ.